Hello friends, welcome back to my channel Mass World. ഇന്ന് നമുക്ക് ന്യൂസ് പേപ്പറിൽ ഒരു ഡ്രോയിങ് ചെയ്യാം. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ കഴിയാറായി, സ്കൂളൊക്കെ തുറക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ചെറിയൊരു പെയിൻറ്റിങ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കാർഡ്ബോർഡ് പീസും. അപ്പോൾ ഇതിൽ കളറുള്ള ഭാഗം വേണ്ട, കളറില്ലാതെയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമുള്ള പോർഷൻ ഉണ്ടാവില്ലേ, അത് കണ്ടെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പീസ് നമ്മൾ കാർഡ്ബോർഡ് പീസിൻ്റെ അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കളറില്ലാത്ത ഭാഗം തിരഞ്ഞെടുക്കുക. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവ്, കാണാനൊരു ഭംഗി. അപ്പോൾ ഇതുപോലത്തെ ഒരു പീസ് കാർഡ്ബോർഡ് പീസിന് അനുസരിച്ച് ഉള്ള മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടത് ഈ കാർഡ്ബോർഡ് പീസിലേക്ക് ഒട്ടിക്കുക. അപ്പോൾ ഞാനിവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ബാക്ക് സൈഡ് ഇതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചിത്രം വരയ്ക്കാൻ പോകുന്നത്. ഇത് കുട്ടികൾക്കും ചെയ്യാം, വരയ്ക്കാൻ അറിയാൻ പാടില്ലാത്തവർക്കും ചെയ്യാം, എല്ലാവർക്കും എളുപ്പമായിട്ട് ചെയ്യാവുന്നതാണ്. ഇത് സാധാരണ പേപ്പർ വെച്ച് നമ്മൾ റോൾ ചെയ്ത് സ്റ്റിക്ക് ഉണ്ടാക്കില്ലേ, അതിങ്ങനെ ഒട്ടിച്ചെടുത്തിരിക്കുകയാണ് രണ്ടെണ്ണം വെച്ചിട്ട്. അതിങ്ങനെ സൈഡിൽ ഫ്രെയിം ചെയ്യുന്നത് പോലെ നമുക്ക് ഒട്ടിക്കാനുള്ളതാണ് അവസാനം. അത് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് വയ്ക്കുക. ഇപ്പോൾ ഒരു ബ്ലാക്ക് മാർക്കർ എടുത്തിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ബ്ലാക്ക് പെൻ ആയാലും മതി. ഇഷ്ടമുള്ളത് കയ്യിലുള്ളത് വെച്ച് വരയ്ക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഇഷ്ടമുള്ള ചിത്രം വരയ്ക്കാം. ഇന്ന ചിത്രം എന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളൊരു ചിത്രം. ഞാനിവിടെ ഒരു മരക്കൊമ്പ് വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ട്രൈ ചെയ്യാം. വരയ്ക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർക്കും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് തെറ്റിപ്പോയാലും നഷ്ടമൊന്നും വരാനില്ല. നമ്മൾ സാധാരണ റൂമിൻ്റെ ഓരോ മൂലയിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് അതിൽ നമുക്ക് ഇതുപോലെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ അങ്ങനെ വരച്ച് പ്രാക്ടീസ് ആയി കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഒരു 5-6 വരച്ച് വരുമ്പോൾ അതിലേറ്റവും നല്ലത് നമുക്കെടുത്ത് ഇതുപോലെ ഫ്രെയിം ചെയ്ത് മാറ്റാവുന്നതുമാണല്ലോ. അപ്പം നല്ല പേപ്പറിൽ വരച്ച് പൈസ കളയേണ്ട ആവശ്യമില്ല. നമുക്കിതുപോലെ ന്യൂസ് പേപ്പറിൻ്റെ ഒരു ചെറിയൊരു പോർഷനിലായാലും വരച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ചിത്രം കിട്ടും. വേറൊരു ഡിഫറെൻറ്റ് ലുക്കും ഇതിന് കിട്ടുന്നതാണ്. പിന്നെ നമ്മളുടെ ഈ ചിത്രത്തിന് ഞാനിപ്പോൾ കളറായിട്ട് ബ്ലാക്ക് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് മുഴുവനായിട്ടും. നിങ്ങൾക്ക് കളർ ചിത്രങ്ങളും ഇതിൽ വരയ്ക്കാവുന്നതാണ്. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ള ഒരു വർക്ക് അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ വർക്ക് കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ അതൊന്ന് ചെന്ന് കണ്ടിട്ട് അതുപോലെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. കൊച്ചു ചിത്രങ്ങൾ വരച്ച് കളക്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞത് അത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊന്നെന്ന് വെച്ചാൽ, ഞാൻ ഏറ്റവും ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടിട്ട് കുറേ കുട്ടികൾ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ തന്നെ മക്കളും മറ്റും നിറയെ ചിത്രങ്ങൾ അതുപോലെ ഫോളോ ചെയ്ത് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് വാട്സപ്പ് വഴിയാണ് അവർ സെൻഡ് ചെയ്ത് തന്നത്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ആ കുട്ടികൾ വരച്ചതും. അപ്പോൾ അതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത ചിത്രങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ ഞാൻ ഏതെങ്കിലുമൊക്കെ വീഡിയോസിൻ്റെ ലാസ്റ്റിൽ അത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഏകദേശം ഈ ചിത്രം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്ത ആ പൈപ്പില്ലേ, ഫസ്റ്റ് ഞാൻ കാണിച്ചില്ലേ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ പൈപ്പ് പോലെ ഉണ്ടാക്കിയത്, അത് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചാണ്. രണ്ട് വശം അടിക്കണ്ട, ഒരു സൈഡ് മാത്രം പെയിൻറ്റ് ചെയ്താൽ മതി. വെറുതെ പെയിൻറ്റ് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിങ്ങനെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു ഫ്രെയിമിൻ്റെ പ്രതീതി കിട്ടും നമ്മൾക്ക്. അപ്പോൾ അതിവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക 4 വശത്തും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ചിത്രം. ഇതിൽ ഇനിയൊന്ന് ചെയ്യാനുള്ളത്, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇതുപോലെയുള്ള സ്പോഞ്ച് വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ സ്പോഞ്ച് എടുത്തിട്ട് ഇവിടെ ഞാൻ വൈറ്റ് ആക്രിലിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് മുക്കിയിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു സ്നോ പോലത്തെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വേറൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമില്ല. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെയിൻ്റ് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അത്ര അധികം പെയിൻറ്റിൻ്റെ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുകയല്ലേ ചെയ്യുക. അപ്പോൾ ഇതാണ്, ഇങ്ങനെ ഒന്ന് ചെയ്യുക. അതിനുശേഷം ഞാൻ ഈ 2 ബേർഡ്സ് നിൽക്കുന്നതിൻ്റെ നടുവിലായിട്ട് ഞാൻ ഒരു ചെറിയൊരു ഹാർട്ട് ഷേപ്പും കൂടെ വരച്ചു കൊടുക്കുകയാണ്. ഒരു റെഡ് കളർ അവിടെ വയ്ക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് വേറൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിത്രം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ മറ്റ് ചിത്രങ്ങൾ ഞാൻ വരച്ചത് കൂടെ ഞാനിവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ വേറെ ചിത്രങ്ങൾ കൂടെ വെച്ചിട്ടുള്ള ഫോട്ടോ ഇതാണത്, വെച്ചിട്ടുള്ള ഫോട്ടോയാണിത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുക. ഒരു നല്ലൊരു വാൾ ഡെക്കറാണ്. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. താങ്ക് യു.